നമ്മളിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പലർക്കും അറിയാവുന്നൊരു റെസിപ്പിയാണ്. ഒരു പുതുപുത്തൻ ടേസ്റ്റിലാണ് നമ്മളിത് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ കുഞ്ഞിക്കലത്തപ്പം ഉണ്ടല്ലോ, അത് പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തത്. ഇത് ശർക്കര വെച്ചിട്ടാണ് നമ്മളിന്നിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. കണ്ണൂർ സ്റ്റൈൽ കുഞ്ഞിക്കലത്തപ്പം ഞാൻ പഞ്ചസാര വെച്ചിട്ട് ഉണ്ടാക്കുന്ന ആ റെസിപ്പി നമ്മൾ മുന്നേ 2 പ്രാവശ്യം ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ 1/2 കപ്പ് ആദ്യം പച്ചരി, ഈ ഒരു ഇത് 1/2 കപ്പാണ്. ഇതിന് 1 കപ്പ് പച്ചരി നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം അളവിൽ 1 കപ്പ് നമ്മൾ നെയ്ച്ചോറൊക്കെ വെക്കുന്ന മലബാർ അരിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ള. ഏത് അരിയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് 1 കപ്പ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് വീതം, അങ്ങനെ 2 കപ്പ്. 1 കപ്പ് പച്ചരി, 1 കപ്പ് നെയ്ച്ചോറ് ബിരിയാണിയൊക്കെ വെക്കുന്ന അരി. ഇതൊരു 5-6 മണിക്കൂർ കുതിർത്തെടുത്തതിന് ശേഷം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. തലേ ദിവസം രാത്രിയാണ് വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ അത് അരച്ചെടുക്കുന്നത്. ഞാൻ മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ടേബിൾ സ്പൂൺ ചോറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3-3.5 അല്ലെങ്കിൽ 4 മതിയാവും. ഇതിലേക്ക് ഇതാ 1/2 കപ്പ് വെള്ളം, ഈ ഒരു കപ്പിന് 1/2 കപ്പ് വെള്ളം, 2 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം അതിന് മുന്നേ ഞാൻ പനഞ്ചക്കരയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരിത്തിരിയും കൂടി അരി ബാക്കിയുണ്ടായിരുന്നു, അതും കൂടി ഞാൻ അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 3 മണിക്കൂർ അങ്ങോട്ട് വെക്കുന്നുണ്ട്. സോഡാപ്പൊടി ഒന്നും തന്നെ ഇട്ട് കൊടുക്കുന്നില്ല. 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ഇത് ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ വെള്ളയപ്പമൊക്കെ ചുടുന്ന ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മളിത് മുങ്ങി പൊരിക്കുകയല്ല കേട്ടോ, പൊരിച്ചെടുക്കുകയല്ല. ഇതുപോലെ ഇതിൻ്റെ വക്ക് ഭാഗമൊക്കെ നല്ല ആരെടുത്ത പോലെ നന്നായിട്ട് മുരിഞ്ഞു വരും. ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്ക് നമ്മൾ എണ്ണ ഇങ്ങനെ തൂവി കൊടുക്കുകയാണ്. അപ്പോൾ കണ്ടില്ലേ, ആ നടുഭാഗം ഇങ്ങനെ പൊന്തി വരും കേട്ടോ. അതാണ് ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. എന്നിട്ട് ഇതാ തിരിച്ചൊന്നും ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ ആ എണ്ണ ഇങ്ങനെ കോരി മുകളിലേക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് വെന്ത് വരും. അരികൊക്കെ നല്ല മുരിഞ്ഞ ആരെടുത്ത പോലെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതിവിടെ ആദ്യം ചുട്ടത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളതും എല്ലാം ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ശർക്കര വെച്ചിട്ട് നമുക്ക് ഇതുപോലെ കല്ലില്ലാത്ത ശർക്കരയാണ് ഉണ്ടാക്കിയെടുക്കുക. ഞാൻ ആ പനഞ്ചക്കര വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലേവർ വേറൊരു ടേസ്റ്റാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതും കൊണ്ട് വെച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ, അരികൊക്കെ നന്നായിട്ട് നല്ല ആരെടുത്ത പോലെ ഉണ്ടായിരുന്നു ഈ റെസിപ്പി. അടിപൊളി തന്നെ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മുടെ കണ്ണൂർ സ്റ്റൈൽ കുഞ്ഞിക്കലത്തപ്പത്തിൻ്റെ ശർക്കര കുഞ്ഞിക്കലത്തപ്പമാണ്. കണ്ടില്ല, സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് നല്ല പഞ്ഞി പോലെയുണ്ട്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നോക്കിയാൽ മതി. ഒരുപാട് ലൂസിലാണ് ഈ മാവ് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ചുട്ടെടുക്കാൻ പറ്റില്ല. ഈ ഒരു പാകത്തിന് നമ്മൾ ഉണ്ടാക്കിയ ഇഡ്ഡലി മാവിൻ്റെ ഒക്കെ ആ ഒരു കട്ടിയിലാണ് കേട്ടോ. അതിനേക്കാൾ ഇത്തിരിയും കൂടി ലൂസിലാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് മാവ്. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ മറക്കരുത്.